ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോനെ മോനെ പ്രിയങ്ക മോള് തെറ്റുകാരി അല്ലാന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആർക്കും അതെന്താ വിശ്വാസം വരാത്തെ? ആ ജോലിക്കാരി ചതിച്ചതാ. മുത്തശ്ശി, ആറ്റുശ്ശേരി വീട്ടില് സത്യവും ധർമ്മവും നീതിയും പാലിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. മുത്തശ്ശിയുടെ മകൻ ദേവനാരായണൻ തിരുമേനി. സ്വന്തം മകളെ കോടതിയിൽ കൊണ്ടുവന്ന ദിവസമായിട്ട് പോലും ആ മനുഷ്യൻ ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? മുത്തശ്ശി നിർബന്ധിക്കാഞ്ഞിട്ടല്ലല്ലോ. കാരണം അതിന്റെ യാഥാർത്ഥ്യം അച്ഛനറിയാം. അച്ഛന് പ്രിയങ്കയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ദേവനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുവോ മോനെ? ഈ അവസ്ഥയിലും പ്രിയങ്കയെ ന്യായീകരിക്കുന്ന ഒരേ ഒരാളുമുണ്ട്, അത് മുത്തശ്ശിയാണ്. കാരണം പ്രിയങ്കയുടെ മനസ്സിൽ വിഷം നിറച്ച ചിന്തകൾ മുഴുവൻ കുത്തിവെച്ചു കൊടുത്തത് നിങ്ങൾ ഒരാളാണ്. രാധയെ കൊന്നുകളയാൻ പ്രിയങ്ക സ്വയം തീരുമാനിച്ചതാണോ അതോ കൊന്നുകളയാൻ നിങ്ങൾ പറഞ്ഞതോ? മോനെ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, ഒരു തരിമ്പ് പോലും വിശ്വാസമില്ല. അമ്മയെന്നോ മുത്തശ്ശിയെന്നോ വിളിക്കാൻ അർഹതയില്ലാത്ത വിധം കെട്ടുപോയൊരു മനസ്സാണ് നിങ്ങളുടേത്. മോളെ സാറേ, ഞാൻ ഇവളുടെ മുത്തശ്ശിയാ. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സംസാരമൊക്കെ ഒരുപാട് അനുവദിച്ചതാ, ഇനി പറ്റില്ല. കോടതിയിലേക്ക് കയറേണ്ട നേരമായി. സാറേ, ഞാൻ സുഖമില്ലാത്ത ഒരാളാ. ഇത്രയും ദൂരം വന്നതല്ലേ, ഒന്ന് രണ്ട് വാക്ക്. ശരി, പെട്ടെന്ന് വേണം. മുത്തശ്ശി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല മുത്തശ്ശി. സാറേ, ഇപ്പൊ വരെ. പെട്ടെന്ന് വേണം. മോനെ, നീ എന്താ സത്യമെന്ന് ഇവളോടൊന്ന് ചോദിക്ക്. അതെ, എന്നേക്കാളും യോഗ്യതയുള്ളവര് കോടതി മുറിക്കകത്തുണ്ട്. അവരെല്ലാം ചോദിച്ചറിഞ്ഞോളും. കുറ്റം അവര് കണ്ടുപിടിച്ചോളും. വിധിക്കാനുള്ളതൊക്കെ അവര് വിധിച്ചോളും. പ്ലീസ്. പ്രിയങ്ക, ഞാനൊരു കാര്യം പറയാം. കോടതി മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇത്തരമൊരു നാടകം എന്റെ മുമ്പിൽ നടത്തുന്നത് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ഞാൻ നിന്നെ കാത്തിരിക്കുമെന്ന് കരുതിയിട്ടാണോ? എങ്കിൽ വ്യക്തമായിട്ട് അറിഞ്ഞോളൂ, ഇന്ന് കോടതി വിധിക്കുന്ന ശിക്ഷ നമുക്ക് പിരിയാൻ കൂടിയുള്ളതാണ്. എന്റെ ജീവിതത്തിൽ ഇനി നീ ഉണ്ടാവില്ല. സർ, കൊണ്ടുവാ. അയ്യോ, സാറേ, കൊണ്ടുപോവില്ലേ? സാറേ, എന്റെ മോളെ കൊണ്ടുപോവില്ലേ? മോളെ